കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ലഞ്ച് റൊട്ടീനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ കുറച്ച് എഫക്റ്റൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് എഫക്റ്റൊക്കെ ചേർത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതിയത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. കാരണം എൻ്റെ ഉള്ളക്കണ്ണായതുകൊണ്ട് തന്നെ വീഡിയോയിൽ നല്ല അങ്ങനെ ബൾബ് പോലെ മീനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ട് വന്നാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ എന്തുണ്ടാക്കാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഉമ്മ വീട്ടിൽ നിന്ന് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര അറിയോ എല്ലാവർക്കും. ഇപ്പോൾ കുറച്ചായിട്ട് ഫേമസ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പത്തുള്ള വീഡിയോയിൽ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. ഫിറോസ് ചുറ്റിപ്പാറ അങ്ങനെ ഒരാളല്ലേ. അപ്പോൾ അവരുടെ വീഡിയോയിൽ ഫേമസ് ആയിട്ടുള്ള ചീരയാണ്. നല്ലതാണ്, ഫേമസ് ആണെന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഒരു എല്ലാ വിറ്റാമിൻസും എല്ലാം ഉള്ളത് ചീരയാണ്. അപ്പോൾ അതുമ്മ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഒരു തോരൻ വയ്ക്കുക, പിന്നെ കറി വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ പുളിഞ്ചാറ് വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ പാലക്കാട് നാട്ടിൽ സ്പെഷ്യലാണ് പുളിഞ്ചാറ്. പിന്നെ ഈ നാട്ടിൽ തന്നെ പലരും പല രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുളിഞ്ചാറ് വെക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയിട്ട് നമ്മുടെ ചീര ഞാൻ നേരത്തെ പറഞ്ഞ ചീര വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ചീര മറന്ന് കഴുകിയിട്ടാണ്, അപ്പോൾ ഒന്നുകൂടി കഴുകിയിട്ടൊന്ന് ഇതാക്കാൻ മറന്നു. പിന്നെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നേരാക്കുന്ന ആ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുളിഞ്ചാറിനുള്ള ആവശ്യമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് വയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ടില്ല, ഒന്ന് തൊലിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം കുരുമുളക് കേട്ടോ. അപ്പോൾ ജീരകം ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് തരണം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ അതേപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ടാണ് അതൊക്കെ ചേർക്കേണ്ടത്. സിമ്മിലിട്ടിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച അരപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഈ ഒരു പുളിഞ്ചാറിൻ്റെ പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഈ ഒരു അരപ്പിനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. നമുക്കതിൻ്റെ ഇടയിൽ ഒരു പുളി കുറച്ച് ഞാൻ വെള്ളത്തിലിട്ടുണ്ട്. സാധാരണ പുളിഞ്ചാറിന് കുറേ പുളി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അധികം പുളി വേണ്ടാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമുളകൊക്കെ മാറിയപ്പോൾ നമ്മളൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പുളിവെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ തക്കാളി ഏകദേശം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട്. ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ, ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം, കാരണം ഈ പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വേവണം. വെന്തിട്ടില്ലെങ്കിൽ ആ പുളിയുടെ ചുവ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റാൻ രീതിയിലുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വേവിക്കാം കേട്ടോ. അടച്ച് വേവിക്കുമ്പോൾ ആ ഒരു നല്ലൊരു സ്മെല്ല് ആ പുളിഞ്ചാറിന് ഉണ്ടാവും. തുറന്ന് വെച്ച് വേവിക്കുന്നേക്കാളും അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിഞ്ചാറൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പുളിഞ്ചാറ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് സംഭവം നിസാരക്കാരനല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചാറ് മാത്രം മതിയിട്ട് ഒരു കലം ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരധികവും പുളിഞ്ചാറ് കുടിയന്മാരെന്നാണ് പറയാറ്. പണ്ട് കാലത്തൊക്കെ ഇവിടെ ഉള്ളവർക്ക് അധികവും ഓരോന്നൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്തൊക്കെ അധികവും ഈ ഒരു കറി തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ പുളിഞ്ചാറ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീര തോരനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് ചോറ് നമ്മൾ നേരത്തെ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിഞ്ചാറ് നമ്മൾ ആറിയ ശേഷം വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ അടുപ്പിൽ ചീനച്ചട്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ അത് കേട് വരും കേട്ടോ, പുളി ഉള്ളതുകൊണ്ട്. അത് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാം ഞാൻ. പിന്നെ നമുക്ക് കുറച്ച് ചീരത്തോരൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചു തന്നത് രാവിലത്തെ അപ്പത്തിൻ്റെ ചമ്മന്തി കേട്ടോ, അപ്പോൾ അത് കളയണ്ടല്ലോ പറഞ്ഞിട്ടാണ്. പിന്നെ അതാ നമ്മുടെ സ്പെഷ്യൽ പുളിഞ്ചാറ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുളിഞ്ചാറിൻ്റെ ഒപ്പം ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ, ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ചോറിന് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. പുളി ഇഷ്ടമല്ലാത്തവർക്ക് അല്ലാണ്ട് ഇഷ്ടമുണ്ടാവില്ല. പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഇഷ്ടമുള്ള കറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദഹനം നടക്കാനൊക്കെ വയറിനൊക്കെ നല്ലൊരു കറിയാണ്. പുളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.